നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യ പ്രഖ്യാപനം ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നായിരുന്നു. തുടർന്ന് ആദ്യ തിരഞ്ഞെടുപ്പ് റാലിയിൽ കേജ്രിവാൾ തുറന്നുവിട്ടത് BJP സംബന്ധിച്ച് പുതിയ രാഷ്ട്രീയ ഭൂതത്തെയാണ്. നിഷ്കളങ്കമെന്ന് തോന്നുമെങ്കിലും കേജ്രിവാളിന്റെ വാക്കുകൾ ചെന്നു തറച്ചത് BJP നേതൃത്വത്തിന്റെ ചങ്കിൽ തന്നെയാണ്. കേജ്രിവാളിന്റെ പ്രഖ്യാപനം നടന്ന മണിക്കൂറുകൾക്കകം പത്രസമ്മേളനം വിളിച്ച് വിശദീകരണം നൽകേണ്ടി വന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്. BJPയെ തളർത്തണമെങ്കിൽ മോദിയെ തളർത്തണമെന്ന ബോധ്യം കൃത്യമായി കേജ്രിവാളിനുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെയുണ്ടായ പ്രഖ്യാപനം. ഇന്ത്യ മുന്നണിയുടെ മുഖം ആരാണെന്നാണ് BJP നേതൃത്വം ചോദിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ആരാണ് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ 17-ന് 75 വയസ്സ് തികയുകയാണ്. നരേന്ദ്രമോദി തന്നെ ഉണ്ടാക്കിയ ചട്ടമാണ് 75 കഴിഞ്ഞ നേതാക്കൾക്ക് വിരമിക്കണമെന്നത്. LK അഡ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ അങ്ങനെ നിരവധി നേതാക്കളാണ് മോദിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ വനവാസം തേടേണ്ടി വന്നത്. ഈ നിയമപ്രകാരം മോദിയും 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കുകയാണ്. ഇപ്പോൾ മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ്. അമിത്ഷായ്ക്ക് മോദിയുടെ ഗ്യാരണ്ടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ? ഇതായിരുന്നു കേജ്രിവാൾ ഉയർത്തിയ ചോദ്യം. ഒപ്പം BJPയിൽ ഏകാധിപത്യം തുടരുമെന്ന് സൂചിപ്പിച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയും കേജ്രിവാൾ രാഷ്ട്രീയ ആരോപണം ഉയർത്തി. ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് BJP മുന്നോട്ട് വെക്കുന്നതെന്നും അതിനാൽ BJP അധികാരത്തിലെത്തിയാലുടൻ UP മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗിയെ മാറ്റുമെന്നും കേജ്രിവാൾ പറഞ്ഞു. മോദിയേക്കാൾ വളരാൻ ഒരു നേതാവിനെയും ഇനി അമിത്ഷായേക്കാൾ വളരാൻ ഒരു നേതാവിനെയും അനുവദിക്കില്ലെന്ന പരോക്ഷ സൂചനയാണ് കേജ്രിവാൾ ഉയർത്തിയത്. കേജ്രിവാളിന്റെ രാഷ്ട്രീയ ആയുധത്തിന്റെ മൂർച്ച മനസ്സിലാക്കിയാകണം തെലങ്കാനയിൽ പര്യടനത്തിലുണ്ടായിരുന്ന അമിത്ഷാ അപ്പോൾ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി നൽകി. 75 വയസ്സിൽ വിരമിക്കണമെന്ന് പാർട്ടിയുടെ ഭരണഘടനയിൽ എവിടെയും എഴുതിയിട്ടില്ലെന്നായിരുന്നു അമിത്ഷായുടെ ആദ്യ പ്രതികരണം. ഒപ്പം മോദിക്ക് പിന്തുണയുമായി പ്രഖ്യാപനവും നടത്തി. മോദി പ്രധാനമന്ത്രിയായി തുടരുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചതോടെ ആരോപണങ്ങൾ ശക്തമാക്കി ആം ആദ്മി പാർട്ടി നേതൃത്വവും രംഗത്തെത്തി. മോദി ഇനിയും രാഷ്ട്രീയത്തിൽ തുടർന്നാൽ എന്തിനാണ് പ്രത്യേക നിയമം ഉണ്ടാക്കി നിരവധി BJP നേതാക്കളെ വെട്ടിനിരത്തിയതെന്നാണ് ആപ് നേതൃത്വം ഉയർത്തുന്ന പ്രധാന ചോദ്യം. ഈ ചോദ്യം കൃത്യമായി മോദിയുടെ രാഷ്ട്രീയ നിലപാടുകളെ ചെന്ന് തറക്കുന്നതുമാണ്. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും വെട്ടാൻ താൻ മുന്നോട്ട് വെച്ച പാർട്ടി നിയമം സ്വന്തം കാര്യത്തിൽ വച്ചുമടക്കി ഇരട്ടത്താപ്പ് കാട്ടുകയാണ് മോദി എന്ന ആരോപണം വരും ദിനങ്ങളിൽ അതിശക്തമാകുമെന്നത് ഉറപ്പാണ്.